പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ആയി. അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എങ്ങനെ കണക്ട് ആയിപ്പോയി. പ്രത്യേകിച്ച് അതിനകത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട്. ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇത്രയും വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കുകയില്ല. അതിനകത്ത് തന്നെ ഉണ്ട് ഞങ്ങൾ ഫേക്ക് അല്ല. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അതൊരു ഫേക്ക് അല്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനമാണ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ വൈൽഡ് കാർഡ് ഉൾപ്പെടെ നമ്മളോട് വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഈ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവണില്ല മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി എടാ ഇത് സെറ്റ് ആവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ല, നമ്മൾ നോർമലി ഞങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു ബോണ്ടാണ്. ഓക്കെ, അതായത് ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ ഒരു പക്ഷേ അവര് പ്ലാൻ ചെയ്ത് വന്നതല്ല. അതിന്റെ അകത്ത് നിന്നും വെറും 2 ദിവസം കൊണ്ടുണ്ടായ ഒരു ബന്ധമാണ്. അതായത് ഒരാളെ മനസ്സിലാക്കാൻ വെറും 2 ദിവസം മാത്രം മതി എന്ന് ഒരാൾ തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ അതേ വൈബാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ജാസ്മിൻ വിഷയത്തിൽ സംസാരിക്കാറില്ല ഈ ഒരു രീതിയിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയാലോ. പക്ഷെ ഇത് വീണ്ടും ആ ഒരു ഡോർ തുറന്നു തന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ ആ ഒരു വിഷയത്തിൽ ഇന്ന് സംസാരിക്കാം. കാരണം ജാസ്മിൻ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് എന്താണ് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം, പ്രണയമാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ല, ആണ് അല്ല, ആണല്ല ആണല്ല, ആ ഒരു സാധനം പറഞ്ഞിങ്ങനെ കളിക്കുക. അപ്പോ ഇവര് തമ്മിൽ വൈൽഡ് കാർഡ് എൻട്രിന്ന് വന്ന ആളുകൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ, അത് വല്ലാത്ത പ്രശ്നങ്ങളെ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. പുറത്ത് വലിയ രീതിയിൽ സായി വന്ന് പറഞ്ഞല്ലോ പുറത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ജാസ്മിൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, അതായത് പുറത്ത് ഇന്റർവ്യൂ കൊടുത്ത് നിന്റെ അച്ഛൻ വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പറഞ്ഞു എന്ന് ഇപ്പൊ പറയുന്നു. ഇതൊന്നും നമ്മള് ടി വിയിൽ കണ്ടിട്ടില്ല. അതാണ് അവസ്ഥ. ചാനലിന് ആവശ്യമായ സാധനങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മളെല്ലാവരും വിചാരിച്ചു ജാസ്മിൻ ജയിക്കും എന്നുള്ളതാണ്. എന്തായാലും സൈനയിൽ കൊടുത്ത കുറച്ച് ഇന്റർവ്യൂവിന്റെ ഉള്ള എക്സ്ക്ലൂസീവ് കുറച്ച് സാധനങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും പറയണം. ഇപ്പൊ ഞാനും അവനും തമ്മിൽ മിണ്ടി തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഗബ്രിക്കെതിരെ എല്ലാ ആൾക്കാരും നിന്നിട്ടുള്ളത്, എനിക്കെതിരെ നിന്നിട്ടുള്ളത്. എന്റെ ഫസ്റ്റ് ഡിബേറ്റ് തുടങ്ങിയ സാധനമാണ്. നമുക്ക് ഓക്കെ, എങ്ങനെയെങ്കിലും ഇവരെ ആ ഒരു കോംബോ പൊളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും അവിടെ നിലനിന്നിരുന്നത് എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. അത് ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. റോക്കിയൊക്കെ തുടക്കത്തിൽ കിട്ടുന്ന കുത്തി മറിയുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഇപ്പൊ ഇത് ഒരു ബിഗ് ബോസ് ആയിട്ട് കണക്കാക്കണ്ട. ഇപ്പോ ഒരു കോളേജ്, ആ ഒരു കോളേജിൽ ഒരു പെൺകുട്ടിയോട് ഒരു പയ്യന് ഒരു കൂടുതൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നല്ല കമ്പനി അടിച്ചിട്ട് പോണ കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കണ്ണുകടി ഉണ്ടാവും, അത്രേ ഉള്ളു. ആ ഒരു സാധനമായിരുന്നു തുടക്കത്തിൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് ഈ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ വന്നത്. തുടക്കത്തിൽ അതൊന്നുമില്ല. ആ ഒരു സമയത്ത് ജാസ്മിൻ കുറച്ച് ക്യൂട്ടാണ്, കുറച്ച് സംഭവമാണ്, മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും അപ്പൊ അത് കാണുമ്പോ ബാക്കി ഗബ്രിയായിട്ട് നല്ല കമ്പനി. അപ്പൊ ആ ഒരു സംഭവം ഇഷ്ടപ്പെടാതെ തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ, പിന്നെ വായത്തെ നാവുണ്ടല്ലോ എന്റെ പൊന്നേ, കുട്ടി എന്താണ് 10ാം ക്ലാസ്സിലാണെങ്കിലും നാക്ക് എമ്മക്ക എന്ന് പറഞ്ഞ പോലെ സാധനല്ലേ, സെയിം സാധന. അത് ഈ നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മക്ക ആയാൽ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികെട്ട തെറികളൊക്കെ, അനാവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായത്തിൽ മൂത്ത ആളുകളെ നമ്മളിങ്ങനെ വൃത്തികേടുകൾ പറയണപ്പോ എടാ പോടാ തെണ്ടി എന്നൊക്കെ വിളിക്കേണ്ട ഒരു സാധനം വരുമ്പോ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് തുടക്കത്തിൽ ഉണ്ടായത്. എന്റെ ജാസ്മിനെ എന്തൊക്കെയാണ് പറയണത് കേൾക്കാം. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ വാപ്പായുമായും നമ്മുടെ കൈപിടിച്ച മക്കളെ നോക്കുമ്പോൾ നമ്മുടെ വാപ്പായുമായി നിൽക്കുന്നത് വേറെ ആയിരിക്കില്ല. അതുപോലെ എനിക്ക് ഇവിടെ കിട്ടിയവരാണ് കിട്ടി. അപ്പൊ അതൊരിക്കലും ഒരു കോംബോ അല്ല. പിന്നെ അങ്ങനെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാനായാലും പഴയ സീസൺ ഉൾപ്പെടെ ഞാൻ ഇവർ രണ്ടുപേരും കോംബോ, ഈ കോംബോ, ആ കോംബോ എങ്ങനെയും നമ്മൾ പറയുള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ അതിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാവുക. ഓക്കെ, ഉപ്പയും ഉമ്മയും നമ്മള് അങ്ങനെ വീട്ടിലേക്ക് ഇരിക്കണം, എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ സമാധാനിപ്പിക്കുമല്ലോ അവനെ കൈയൊക്കെ പിടിച്ചിട്ട്. ആ ഒരു രീതിയിലായിരുന്നു ഗബ്രിയെ കണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ മുഴുവൻ എപ്പിസോഡ് കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു ബന്ധത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ അതിന്റെ വേറെ ഏതെങ്കിലും ഒരു വശമായിരിക്കുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഞങ്ങൾ ഇവിടെ എന്ത് കണ്ടു എന്നുള്ളതാണ്. അതിൽ പലപ്പോഴായിട്ട് അതിൽ കണ്ട കുറച്ച് സാധനങ്ങളിൽ ഇപ്പോ പല സാധനങ്ങളും ഉണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചൊറിയണ കണ്ടപ്പോ അതൊന്ന് എന്താ കാണണോ, കാണിച്ചു തരണോ എന്ന് ചോദിച്ചതിനൊക്കെ ഇവര് പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊക്കെ തമാശക്ക് ഞാൻ പറഞ്ഞു പോണതാണെന്ന്. പക്ഷെ ഒരിക്കലും അതൊരു തമാശയായിട്ട് കാണാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്, പല മനോഭാവമുള്ള ആളുകളാണ് കാണുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഒരു പക്ഷെ നിങ്ങളെ ഉയർത്തി നിർത്താതിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഓട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ അത്രയും കാലം അവിടെ നിന്ന് തന്നെ വലിയ ഭാഗ്യമാണ് കേട്ടോ, സത്യം പറയാലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മോശപ്പെട്ട രീതിയിലുള്ള സാധനം എന്ന് പറയുമ്പോൾ എന്താണ് മോശപ്പെട്ടത് എന്നുള്ള ഒരു ചോദ്യം ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം എത്തുമ്പോൾ ഞാൻ മറുപടി തരാം. പറ്റിപ്പോയി തെറ്റൊന്നും ഞാൻ പറയുന്നതാണ്. എനിക്ക് പറ്റിപ്പോയത് ഒരിക്കലും ഗബ്രി എന്ന് പറയുന്നത് തെറ്റല്ല.
ഗബ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഗബ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അവൻ എന്റെ കൂടെ നിന്നതോ ഞാൻ അവൻ കൂടെ നിന്നതോ എനിക്ക് ഒരു തെറ്റല്ല. എനിക്ക് ഈ ലോകം മൊത്തം എനിക്കെതിരെ വന്ന് എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് തെറ്റല്ല. എനിക്ക് തെറ്റുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ഒരു നമുക്കത് പറയാനും പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ഓപ്പോസിറ്റ് ഒരാൾക്ക് ഞാനിപ്പോ ഇരുത്തി വേറെ കണ്ടസ്റ്റൻസ് എടുത്ത് പറയുവാണ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് എന്താണെന്ന് അറിയാം, അവർ യൂസ് ചെയ്യും. അവർ നമ്മളെ ഈ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ അവരെ നമ്മളത് പറഞ്ഞ് അവർ നമ്മളെ യൂസ് ചെയ്യും. നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, നമുക്ക് ആരോടും നമ്മളെ മനസ്സ് തുറക്കാൻ പറ്റില്ല. മനസ്സ് തുറന്നാലും ഒരു പക്ഷം പ്രേക്ഷകരും കാണും, പിന്നെ നമ്മൾ കുറെ പേര് യൂസ് ചെയ്യുകയും ചെയ്യും, പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ കൺഫ്യൂസ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഞാൻ കുറെ സാധനങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കപ്പോ ഇന്നതായിരിക്കാം അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് എന്ന് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് തെറ്റുകൾ എനിക്ക് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്താ ഗബ്രിയുടെ കൂടിയിരിക്കുന്നതോ അല്ലെങ്കിൽ ഗബ്രിയോട് മിണ്ടുന്നതോ ഗബ്രിയോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇപ്പം അവൻ ഞാനോട് മിണ്ടിയോണ്ടാണ് എനിക്ക് അത് പറ്റിയത്, അതൊന്നും എനിക്ക് തെറ്റല്ല. എന്റെ ചിന്തകൾ എനിക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളാണ് എനിക്ക് പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞ എന്റെ തെറ്റ്. ഓക്കെ, ഇപ്പൊ ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഇവര് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് എന്റെ അതേ വൈബോട് കൂടി അതോ മനോഭാവത്തോടു കൂടിയുള്ള ഒരാള് നമ്മളെ ഇങ്ങനെ തൊട്ട് തലോടി സങ്കടപ്പെടണ്ട, നേണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പ്രണയമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് പ്രണയമാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ കണ്ടതാണ് വീർപ്പ് മുട്ടുന്നത് ജാസ്മിന്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രണയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളെ ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രണയിനി അല്ലാത്ത ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് അവർ പറയുമ്പോഴത്തേനും എടാ ഒരു ടിക്കറ്റ് എടുക്കട സിനിമയ്ക്ക് എന്ന് പറയുമ്പോഴത്തേനും ഓടിച്ചെന്ന് എടുക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു വെപ്രാളം കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതൊരു പ്രണയം എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. പൂർണ്ണമായിട്ടും പ്രണയം എന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും ഒരു പ്രണയം എന്നുള്ള ഒരു അർത്ഥം അവിടെ വെക്കുന്നുണ്ട്. പ്രണയം എന്നുള്ളത് വെറും ഒരു ശാരീരിക ബന്ധത്തിലേക്ക് പോകേണ്ടതോ വിവാഹം കഴിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് സൗഹൃദത്തിന്റെ ഇടയിലൂടെ നമ്മളൊരാളെ പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി കൂടിയാണ് പ്രണയം, അല്ലെ? അത് നമുക്കൊരാൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരാളും നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും നിരന്തരം ഓരോ വർക്ക് ചെയ്യുക, അതായത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനും തയ്യാറാവുന്ന ഒരവസ്ഥ, അത് പ്രണയമാണ്. അത് വിവാഹമോ ലൈംഗിക ബന്ധമോ അല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അത് തന്നെയാണ് ജാസ്മിനും ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്നാലും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലേ അല്ലേ? അതാണ് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി കാര്യത്തിൽ. ഞങ്ങൾ തമ്മിലിപ്പോ ഞങ്ങൾക്ക് തന്നെ അതിനകത്ത് അവനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, എന്താണ് ഏതാണ്. നമ്മൾ തമ്മിൽ കുറെ പേര് അവർ ഞങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ എനിക്കാണെങ്കിലും ജാസ്മിന്റെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എനിക്കാണെങ്കിലും അവനാണെങ്കിലും ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഗബ്രിയോട് കയറിയതിന്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പുറത്ത് എനിക്ക് ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ്, എനിക്ക് ബാക്കിയുള്ളവരോട് പറയണ്ട. ഞാൻ ഗബ്രിയോട് നോണ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോടാണ് സത്യം പറഞ്ഞെങ്കിൽ പറയുന്ന ഒരു തഴമ്പുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്തുള്ള ഒരു പയ്യൻ, പേര് പറയുന്നില്ല, ഇവരൊരു വിവാഹം ഉറപ്പിച്ച ഒരു പയ്യൻ, ആ ഒരു പയ്യൻ ഇവിടെ നിന്നും ജാസ്മിൻ അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് അവിടെ സംസാരിക്കരുത്, എന്റെ പേര് അവിടെ ഒരിക്കലും പറയരുത്. ആ ഒരു സാധനം ആണ് ആദ്യ ആഴ്ചയിൽ തന്നെ ജാസ്മിൻ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ അകത്ത് ചെന്നപ്പോ ഞാനൊരു കാര്യം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇവരുടെ വിവാഹം ഉറപ്പിച്ച പയ്യനും ഈ ഗബ്രിയും തമ്മിൽ നിങ്ങൾ ആ ഫോട്ടോ, ഞാൻ ഫോട്ടോയും കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ തിരഞ്ഞു കണ്ടെത്തുക. കാരണം അയാളുടെ ഫോട്ടോ ഇനി വലിച്ചു ഇഴക്കരുത് എന്നുള്ളൊരു സാധനമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു രണ്ട് ആളുടെ രൂപം വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയൊക്കെ കറക്റ്റ് ഒരു ഫേസ് കട്ട് ചെറുതായിട്ട് എവിടെയോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മൈൻഡിൽ നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആൾ ആരാണോ അവരെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിൽ തിരയുക. ഓക്കെ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ഗബ്രിയൊത്ത് എത്തിയത്. പിന്നെ ഗബ്രിയുടെ ആ ഒരു മൈൻഡ് അത് ഏകദേശം ഇവരുടെ മൈൻഡുമായിട്ട് സാമ്യതയുള്ളത് കൊണ്ട്, അതായത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു വ്യഗ്രത ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ട്. വാ തുറന്ന ഭയങ്കര കലബിലെന്ന് പറഞ്ഞിട്ട് വെറുപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ രണ്ടുപേർക്കും അറിയാം. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് ഇവര് സൗഹൃദത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സൗഹൃദം പ്രണയമാണോ എന്നുള്ള സാധനമാണ് തല ചൊറിഞ്ഞൊരു വിധായി. കാരണം ക്ലാരിഫിക്കേഷൻ ഇത്രയും കാലമായിട്ട് ജാസ്മിൻ എന്ന് പറയുന്ന ഈ കണ്ടസ്റ്റന്റ് അല്ല ജാസ്മിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അവന്റെ അടുത്ത് എന്റെ കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയും, അല്ലെങ്കിൽ അത് ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, ഒരു ഇഷ്ടമാണ്. ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഈശ്വരാ, അയ്യോ, കൺഫ്യൂഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ. അതായത് രണ്ടുപേർക്കും
അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ധാരണയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. പുറത്തൊരു കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണാണ് ഞാന്. പിന്നെ അങ്ങനെ അങ്ങനെ ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ സൗഹൃദമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളോട് എന്തോ ഒരു കണക്ഷൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ചെല്ലരുത്. കാരണം ആ ഒരു കണക്ഷനെ നമ്മൾ പ്രണയം എന്ന് തന്നെയാണ് പറയാ. പ്രണയത്തിന്റെ ആ ഒരു ഡെഫിനേഷൻ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. നമ്മൾ കൂടുതൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ അയാളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമുണ്ട്, പ്രണയം എന്നർത്ഥം. ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു സാധനം ഉണ്ട്, തിക്ക് ഫ്രണ്ട്ഷിപ്പ്, പക്ക അടിപൊളി ഫ്രണ്ട്ഷിപ്പ്. അതിനും ഈ ഒരു സാധനം പറയാ. പക്ഷെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പറയാതിരിക്കുക നല്ലത്. കാരണം ഞങ്ങൾ ആ ഈ എപ്പിസോഡ് മുഴുവൻ കണ്ട ആളുകൾ അതുകൊണ്ടാണ്. എന്നെക്കാളും കൂടുതൽ കെയർ ചെയ്തോണ്ടിരുന്ന എനിക്ക് ഇഷ്ടമുള്ളവർ എന്നെ പാമ്പർ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ ഞാൻ പാമ്പർ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പം അവർക്ക് ഫുഡ് അല്ലെങ്കിൽ ഞാൻ കഴിച്ചാൽ അവർ കഴിക്കണം, അല്ലെങ്കിൽ അവർ അത് നോക്കണം ഇത് നോക്കണം, ഈ ഒരു സാധനം അതെനിക്ക് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇതിനോട് മാത്രം. ഓക്കെ, ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ, എനിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ അവരെ കെയർ ചെയ്യാൻ ശ്രമിക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിക്കട മോനെ കുഞ്ഞു മണിയെ എന്ന് പറഞ്ഞ് കഴിപ്പിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോ ആളുകളുടെ മനോഭാവമാണ്. ഇവർ തന്നെ പറയുന്നത് ഈ ബിഗ് ബോസിന്റെ അകത്ത് എന്നെ നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെയാണ് ഞാൻ പുറത്തും എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഇത്ര അധികം കലി വരേണ്ടതായിട്ടുള്ളതോ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഇത്ര അധികം പൊട്ടിത്തെറിക്കേണ്ടതായിട്ടുള്ളോ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടുകാർക്ക് ആ രീതിയിലുള്ള ഒരു ടെൻഷനോ സങ്കടമോ ഒരു പ്രഷറോ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് വീട്ടുകാർ പഴഞ്ചൻ ചിന്താഗതിയുള്ള ആളുകളാണെന്ന് നമുക്കറിയാം. 22 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് അതിൻ്റെ ഉള്ളില് ഈ ഒരു രീതിയിലൊക്കെ, അതായത് ഭയങ്കര രീതിയിൽ ആളുകൾ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു യൂട്യൂബർ എന്ന രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസിലെത്തി അറിയപ്പെടുന്നു. സ്വന്തമായി ഈ ഒരു ഇത്രയും ചെറിയ പ്രായത്തിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള കടബാധ്യതകളെല്ലാം വീട്ടാൻ കഴിയുന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് വീട്ടുകാര് ഇപ്പോഴും പഴയ ചിന്താഗതിയിലുള്ള ആളുകളാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അങ്ങനെ തന്നെയാണ് അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഇവളുടെ വാപ്പ ചെന്ന് പല ഇന്റർവ്യൂകളിലും കൊടുത്തിട്ടുള്ള സാധനം അത് തന്നെ. പിന്നെ അവളുടെ ഗെയിം ഇങ്ങനെ ആവരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടും അവൾ അത് ബ്രേക്ക് ചെയ്തു എന്നും ജാഫർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവന്റെ കേസിൽ ഞാൻ ഇവനെ പാമ്പർ ചെയ്തു. ഞാൻ ഭയങ്കര കൺഫ്യൂസ് ആയി. എനിക്ക് എന്താ ഇങ്ങനെ എനിക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അത് എനിക്ക് ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നിപ്പോയ ഇഷ്ടമാണ്. എനിക്കറിയില്ല എന്തിനു നിനക്ക് ഇഷ്ടം തോന്നുന്നു വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി, മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി. അപ്പൊ ആ ഇഷ്ടം പ്രേമമാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് പിടിച്ചു വെക്കുന്നു, ഞാൻ പുറത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു വെക്കുന്നത്. എന്നാ പിടിച്ചു വെക്കാതെ പ്രേമിച്ചു പറ്റില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും കാസ്റ്റ് വേറെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഫാമിലിപരമായി വേറെ കുറെ മീൻസ് റിലീജിയൻ വേറെയാണ്, ഫാമിലിപരമായി ഞങ്ങൾക്ക് കുറെ ഇഷ്യൂസ് ആണ്. ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നുള്ള സാധനം ഞങ്ങൾക്ക് നടക്കില്ല. നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ നടക്കില്ല. ഓക്കെ, അപ്പൊ അത് ചിന്തിച്ചു വെച്ചിരുന്നു എന്നുള്ളതാ. പ്രണയമല്ലായിരുന്നു എങ്കിൽ അങ്ങനെ ചിന്തിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ രണ്ട് കാസ്റ്റ് ആണ്, വീട്ടിൽ പ്രശ്നമാണ്, കല്യാണം കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിനിടയിൽ പറയുന്നത് എന്റെ കല്യാണം ഉറപ്പിച്ചതാണ്, എന്റെ ഒരു കാമുകൻ, എന്റെ ഒരു പ്രണയിനി അല്ലെ പ്രണയ ആ ആള് പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ പുറത്ത് ഒരാള് ഉണ്ട് എങ്കിൽ പിന്നെ എനിക്ക് പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷൻ വരില്ല എന്നുള്ളതാ. അൻസിബ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടോ? സിമ്പിൾ ആയിട്ട് ആ മറുപടി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് തന്നെ ഉള്ളിന്റെ ഉള്ളില് ആ ഉറപ്പിച്ചു പോയ പയ്യനേക്കാൾ കൂടുതൽ ഇയാളുടെ അറ്റാച്ച്മെന്റ് തോന്നി എന്നുള്ളതാണ്. അത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ വരികയാണെങ്കിൽ അത് 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 നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഭവമല്ല. സൗഹൃദവും പ്രണയവും തമ്മിൽ ചെറിയ മാറ്റമുള്ളൂ, ചെറിയ മാറ്റങ്ങളുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം പക്ക ആദ്യം തന്നെ പ്ലാൻ ചെയ്തതുപോലെ മനസ്സിൽ ഉറപ്പിച്ചൊരു സാധനമായിരുന്നു. രണ്ട് മതം അല്ലെങ്കിൽ ജാതി പ്രശ്നം എന്നുള്ളതൊക്കെ ചിന്തിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ അതിന്, ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ആ സാധനമാണ് ഇവർ ഇത്രയും നേരം പറയാതിരിക്കുന്നത് നിങ്ങള്. ഓക്കെ, വൈകാട് വന്നതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലോ. ആ ഒരു സമയത്ത് പിന്നെ എന്റെ സായി വന്നിട്ട് എന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പറയുന്ന സമയത്തും ഈ പറയുന്ന ഇന്ന വ്യക്തിയുടെ ഇത്ര വോയിസ് പുറത്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫാമിലി ഇന്റർവ്യൂ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്ത് നിൽക്കുന്ന നമുക്കൊരു ഓപ്ഷൻ ഇല്ല ബ്രോ. എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിച്ചിട്ട് എന്തിനെന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് ഇവർ തരുന്ന ഇവരിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ക്യാമറ മുമ്പിൽ പറയാണ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവർ പുറത്ത് വിടണ്ടേ? നമുക്ക് അവിടെ നിന്ന് നമ്മുടെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഐഡിയാണ് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് നമുക്ക് നമ്മുടെ അവസ്ഥകൾ പറയാൻ പറ്റും, ഇനി ഇന്നതാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് പുറത്ത് വിടണോ വിടണ്ടേന്ന് ആരെ തീരുമാനിക്കുന്നത്? ഈ ക്രൂ ആണ് തീരുമാനിക്കുന്നത്. അവർ വിടില്ലെങ്കിൽ ഇവർ കാണില്ല, ഇവർ വിടുന്നതല്ലേ കാണുള്ളൂ. ഓക്കെ,
വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന സായി ഇവരോട് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കിട്ടിയത് കുഞ്ഞു സാധനമാണ്. പക്ഷെ അവിടെ കൊടുത്ത സാധനങ്ങൾ എന്തൊക്കെയാ അറിയോ? അച്ഛൻ ഇന്റർവ്യൂകൾ കൊടുത്തു, അവിടെ ആകെ വളിഞ്ഞു നാശമായി. അതുകൂടാതെ പല കാര്യങ്ങളും നിങ്ങളുടെ കോംബോ വളരെ മോശപ്പെട്ട രീതിയിലാണ് പുറത്തറിയപ്പെടുന്നത്. അതിനുശേഷം അവള് സെന്റി അടിച്ചിട്ട് മൂലൊക്കെ പോയിരുന്നത്. ഓക്കെ, അത് പറഞ്ഞു. അപ്പൊ ഉപ്പയോടും ഉമ്മയോടും നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞാൻ നല്ല പവിത്രതയല്ലേ, അതൊക്കെ ക്യാമറയുടെ മുന്നിൽ പോയി പറഞ്ഞത്രേ. ക്യാമറയുടെ മുന്നിൽ പറഞ്ഞപ്പോ ക്യാമറ അതൊന്നും കാണിച്ചില്ല, കട്ട് ചെയ്ത് ഒഴിവാക്കിയടേ, അത്ര തന്നെ. അതന്നെ. അപ്പൊ ജാസ്മിനും മനസ്സിലായി എന്ത്, ബിഗ് ബോസ് ഈസ് ദി ഫ്രോഡ് പ്രോഗ്രാം. അതായത് അവർക്ക് ആവശ്യമായത് മാത്രം കട്ട് ചെയ്ത് കാണിച്ച് ആളുകളുടെ എന്താ പറയാ, ആളുകളെ ഇമോഷൻ വിറ്റ് കാശാക്കുക. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അത് തന്നെ. അതൊക്കെ അറിയാം. പക്ഷെ ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറയില്ല. കാരണം എനിക്ക് ഫെയിം തന്നത് ബിഗ് ബോസ് ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സായി പോയിട്ട് പറഞ്ഞെടുത്ത കാര്യങ്ങള് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നമ്മളിപ്പോ അറിയണ ലൈവിലും ഇല്ലാത്ത സാധന പിടിക്കുന്നത്. ഈ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഹഗ് ചെയ്യുന്നല്ല. ഇതൊക്കെ നോർമലി ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഈ ചൊറിഞ്ഞു കടിച്ചെടുത്തിരിക്കുന്ന പരിപാടിയെ കൊണ്ട് ഈ സ്നേഹം കൂടുതൽ പിടിച്ച് കരിയൊക്കെ ചെയ്യും. ഈ പറയുന്ന കാര്യം ഞാൻ റെസ്മിന്റെ അടുത്ത് ചെയ്യാറുണ്ട്. ഈ പറയുന്ന സാധനം ഞാൻ റെസ്മിന്റെ അടുത്ത് എനിക്കൊന്ന് ശ്രീകുന്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്റെ ബേസിക് നേച്ചറുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഉമ്മാർക്ക് ചെയ്യാറുണ്ട്, എന്റെ അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ ഇവർ പ്രൊജക്ട് ചെയ്ത സാധനത്തിനകത്ത് ഗബ്രി മാത്രമേ ഉള്ളൂ. ഗബ്രിയുടെ ഒരു സാധനം മാത്രമായിട്ടാണ് അവർ കാണിക്കുന്നത്. ഇതൊക്കെ എന്റെ ഒരു നേച്ചറിനകത്തുള്ളതാണ്. ഇതൊന്നും ഒരു ലസ്റ്റോ സാധനങ്ങളൊന്നുമല്ല. ഒരാളുടെ ക്യാരക്ടറിൽ ഇപ്പൊ ഞാൻ ഈ കാലാട്ടുന്ന സ്വഭാവം ഇതൊക്കെ എന്റെ ക്യാരക്ടർ ഉള്ളതാണ്. അവർ കാണിച്ചതിനകത്ത് പാതി മുക്കാലും പച്ചയ തന്നെയാണ്. ഞാൻ അങ്ങനെയാണ്. അതിനകത്ത് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് ഈ കൈ പിടിക്കുന്നോ കാലി പിടിക്കുന്നൊന്നുമല്ല. ഞങ്ങളുടെ നോട്ടത്തിൽ ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ നമുക്ക് ഞങ്ങൾ നോക്കുന്നില്ല. അതാണ് ആൾക്കാർ പുറത്ത് കാണുമല്ലോ. ഇപ്പൊ എന്നോട് ലാലേട്ടൻ വെച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഓളെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് കൂളായിട്ട് പറയാം, അത് ലാലേട്ടൻ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം നടത്തിയോ? ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം നടത്തിയോ? ഇല്ല. ഈ 70 ക്യാമറ നമ്മളെ രാജ്യം കണ്ടോണ്ടിരിക്കുക. അതിനകത്ത് ഈ കൈ പിടിക്കുന്ന ഒന്നും അല്ല ഞങ്ങൾ മാറ്റം. ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം 70 ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതി അപ്പൊ ഉറപ്പായും അറിയും. ഞങ്ങൾ എന്തിനാണ് പറയുന്നത് ക്ലാരിറ്റി ഇല്ല, ഞങ്ങൾ ഇഷ്ടമാണോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ്. ഓക്കെ, 70 ക്യാമറകൾ അവിടെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ? തീരില്ല എന്ന് ആര് പറഞ്ഞു? ജാസ്മിൻ പറയുന്നു. എന്തുകൊണ്ട് തീരുന്നില്ല? ഞങ്ങൾ വീണ്ടും അതേപോലെ തന്നെയാകും. ഇപ്പൊ ഈ ഉമ്മ വെച്ചത്, അത് ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ ഉമ്മ വെക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം. അതൊക്കെ പുറത്ത് ചെയ്യുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല. നിങ്ങളും അത് ചെയ്യുന്നില്ലേ, ചെയ്യാറില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതാണ് വിഡ്ഢിത്തരം. ഓക്കെ, നിങ്ങൾ ഒരു പരിപാടിക്ക് പോയിക്കണം, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനൽ പരിപാടിയിലേക്കാണ് പോയിട്ടുള്ളത്. അവരവരുടേതായ രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ മാത്രമാണ് കൂടുതൽ ദിവസങ്ങളിലും കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന കുറച്ച് ആളുകളെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും അറിയാതെ ഒരു മൂലൊക്കെ കിടന്നിരുന്ന ഒരു റണ്ണർ ഉണ്ടായിരുന്നു. അവരൊക്കെ ഫൈനലിൽ വന്നിട്ട് സെക്കൻഡ് റണ്ണറൊക്കെ അടിച്ചു പോയി. അതെന്തോ ആവട്ടെ. അപ്പോ എന്താ പറഞ്ഞത്, അതായത് നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും നിങ്ങളെ വീട്ടുകാർക്ക് സുഹൃത്തുക്കൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പുറത്തു നിന്നുള്ള ആളുകൾ ഇതിനെ വേറെ രീതിയിൽ കാണുന്നു. പിന്നെ നിങ്ങളും കൂട്ടുകാരന്മാരെയും മറ്റവരൊക്കെ കെട്ടുപിടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മനോഭാവത്തിന് പുറത്തേക്ക് ചാടും. ഓക്കെ, ആ മനോഭാവം വിറ്റ് കാശാക്കാനാണ് ആരവിടെ ഇരിക്കുന്നത്? ബിഗ് ലൂസ്. ഓക്കെ, ആ ബിഗ് ലൂസ് അത് നിങ്ങളെ പരമാവധി വിറ്റ് കാശാക്കും. എന്നിട്ടും ഇപ്പൊ പറയണത് എന്തല്ലേ, ഈ ജാസ്മിൻ വീണിടത്ത് കിടന്ന് ഉരുളുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ക്ലാരിറ്റിയിലൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ അടുത്തത് ആ ഒരു കുറച്ച് സംഭവങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് കുറെ അല്ലെ. ഈ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും അതൊന്നും അല്ലാതെ ഈ കുറെ സംഭവങ്ങൾ അതിന്റെ അകത്ത് നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ചേർത്ത് വെക്കുമ്പോ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ള ഒരു സാധനം തന്നെയാണ് ഞങ്ങളിൽ ഇവിടെ പ്രേക്ഷകരിലേക്ക് കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഫിസിക്കൽ അടുപ്പം അല്ലെങ്കിൽ ഇവർ എന്താണ് ഈ തോന്നിവാസം എനിക്കറിയാൻ പാടില്ല. ഈ ലോകത്ത് ഇപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരിപ്പം ഒരു ആണെന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ആണിനും പെണ്ണും ആണുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ സീസൺ 5 വരെ നമ്മൾ ഇത് കണ്ടു വന്നിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. ഒന്ന് കൈ പിടിക്കുന്നതാണെങ്കിലും ഒന്ന് തോളിൽ തൊടുന്നതാണെങ്കിലും തലയിൽ പിടിക്കുന്നതാണെങ്കിലും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഞാൻ ചോദിക്കാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കോൺട്രവേഴ്സി ഞാൻ കണ്ടിട്ടുണ്ട്. ആ സീസൺ 5 ഞാൻ ഈ ഒരു കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ട്. തലയിൽ എന്തോ തൊട്ടെന്നോ മടിയിലെന്തോ തല വെച്ചെന്നൊക്കെ പറഞ്ഞുള്ള കോൺട്രവേഴ്സി ഞാൻ കണ്ട സാധനമാണ്. ഈ കോൺട്രവേഴ്സി അറിഞ്ഞ് എന്നിട്ട് ഞാൻ അതിനകത്ത് പോയിട്ട് ഞാൻ കൈ പിടിക്കും. ഞാൻ അതിനകത്ത് എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ അത് ചെയ്ത പാവലിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത്. ബിഗ് ബോസ് എന്നുള്ള വീടുള്ളതുകൊണ്ടാണ് ആണ് പെണ്ണ് തൊട്ടാൽ അങ്ങ് എന്തോ മഹാപാപം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പുറത്ത് ഈ ആണ് പെണ്ണ് ഫ്രണ്ട്ഷിപ്പിൽ ആരും കൈ പിടിക്കില്ലേ, ആരും ഹഗ് ചെയ്യില്ലേ? അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒരു ഉമ്മ വെക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ്. ഒരു കാര്യം പറയാം ആദ്യം തന്നെ ജാസ്മിനോട്. പുറത്ത് നടക്കുന്ന ഒരു സംഭവം, ഇപ്പോ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും തമ്മിൽ കെട്ടിപ്പിടിച്ചു, കയ്യിൽ ഉമ്മ വെച്ചു, ഇനി കവിളിൽ ഉമ്മ വെച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു സംഭവം ലക്ഷക്കണക്കിന് ആളുകൾ ടിവിയുടെ മുന്നിൽ നിന്ന് കാണുന്നതല്ല. റിയൽ ആയിട്ടുള്ള ഒരു സാധനം ഒളിക്യാമറയിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ജനങ്ങൾ കാണുന്നില്ല. ജനങ്ങൾ കണ്ടാൽ അറിയുള്ളൂ ജനങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്.
അതായത് ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനക്കൂട്ടം നമ്മുടെ കേരളത്തിലും അല്ല ലോകത്തെല്ലായിടത്തും ഉണ്ടാവും. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാർ കാണുന്നില്ല. എന്നാൽ നിങ്ങളുടെ കുടുംബക്കാരടക്കം ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കം ഇരുന്ന് കാണുകയാണ് ഈ ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലൊക്കെ. അതോടുകൂടി നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കാണുകയാണ്. അത് ഗബ്രിയോട് ഒരു ഉമ്മ വെക്കലോ ഒരു കെട്ടിപ്പിടിക്കലോ നടത്തുമ്പോൾ നിങ്ങൾ ഗബ്രിയോട് മാത്രമായിട്ട് കാണിക്കുന്ന, നിങ്ങൾ അയാളോട് മാത്രമുള്ള ഒരു അടുപ്പത്തിന്റെ പുറത്ത് കാണിക്കുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷെ പുറം ലോകത്തേക്ക് കാണുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും സ്ട്രേഞ്ചേഴ്സാ, അവിടെ നിന്ന് പരിചയപ്പെട്ടതാ, അധികം ദിവസമായിട്ടില്ല. അതിനുള്ളിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സുഹൃത്തുക്കളെ, ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പുറത്തുനിന്നുള്ള ആളുകൾ കെട്ടിപ്പിടിക്കില്ല ഉമ്മ വെക്കില്ല എന്ന് പറയാനുള്ള ആ ഒരു വോയിസ് അത് നോട്ട് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. അതിവിടെ പാടില്ല, അത് പറ്റില്ല. കാരണം അവരെല്ലാരും പുറത്താ, നിങ്ങൾ അകത്തായിരുന്നു. അകത്ത് സെൻട്രൽ ജയിലിലല്ല, എന്നാൽ ഒരു പ്രഷർ കുക്കറിന്റെ അകത്ത്. ഞാൻ കൈ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും അല്ല എന്റെ വീട്ടുകാർ അത്രയും ഹേർട്ട് ചെയ്യുന്നത്. അവര് ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് ആൾക്കാർ ഇങ്ങനെ പറയാണ്, ഇവർക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബോയ്സ് ആണ് ഫ്രണ്ട്സ് എന്നൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഇവർക്ക് എന്തിനാണെന്ന് ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഐഡിയ കിട്ടുന്നില്ല. ഈ കൊച്ചു ആ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് അത് കാണിച്ചു ഇത് കാണിച്ചു, എന്താണ് ഈ 10-70 ക്യാമറയ്ക്കകത്ത് എന്ത് കാണിക്കാനാണ്? തലയ്ക്ക് ഓളം ഉണ്ടോ, അല്ലെങ്കിൽ തലയ്ക്ക് ബോധമില്ലേ? അല്ലെങ്കിൽ ഓക്കെ ഞങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഞങ്ങൾ അവിടെ വെച്ച് വാഴിക്കുമോ? നമ്മൾ അങ്ങനെ ലാലേട്ടൻ എപ്പിസോഡിൽ അത് പറയാതിരിക്കുമോ? ഇതൊക്കെ ചെയ്യില്ലേ? പക്ഷെ ഇവരെന്താന്ന് വെച്ചാൽ അതൊരു ക്ലിപ്പ് ബൈറ്റ് ആയിട്ട് ലാലേട്ടൻ എപ്പിസോഡിൽ ഇവര് എന്താ പറയുക, മൈക്ക് ഇടുന്നില്ല എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തത്. അതവിടെ ചർച്ചയാവാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻക്ലൂഡ് ചെയ്തത്. വേറെ ഒന്നും പറഞ്ഞില്ല. അവിടെ പറഞ്ഞത് മൈക്ക് ഇടുന്നില്ല എന്നുള്ളതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തത്. ശ്രദ്ധിച്ചു നോക്കോ, ഞാൻ അതിനകത്ത് ഇറങ്ങി എന്റെ കഴുത്തിന് നോയിക്കൊണ്ട് എന്റെ കഴുത്തിന് നോയിക്കൊണ്ട്. പക്ഷെ അവർക്ക് ആ സാധനം എവിടെയും കുത്തിക്കയറ്റണം എന്നുള്ളത് അവരുടെ ആവശ്യവുമാണ്. പിന്നെ ഈ ഫുൾ കാര്യം അറിയാതെ ഏതെങ്കിലും ഒരു ചെറിയ റീലോ എന്തെങ്കിലും അതിനകത്തൊരു ഒരു വൃത്തിയായിട്ട് ബീജിയം കൂടെ കുത്തിക്കയറ്റിയ സംഭവം കത്തുമല്ലോ. ഇതിനകത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ വേറെ എന്താണ് ഈ ശാരീരികപരമായ അടുപ്പം എന്ന് പറയുന്നത്. ഓക്കെ മിസ്റ്റർ, അപ്പൊ അതാണ് അവസ്ഥ. ലൈറ്റ് കുറവാണെന്ന് കൂട്ടിവെക്കാം. അതായത് 70 ക്യാമറകളോളം ഉണ്ട് അവിടെ, മുഴുവൻ ക്യാമറയുടെ കണക്ക് കയ്യിലുണ്ട്. ഈ 70 ക്യാമറയുടെ മുന്നിൽ ഞങ്ങൾ എന്ത് വൃത്തികേട് കാണിക്കാനാണ്? ഓക്കെ, നിങ്ങൾ കാണിച്ചത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ കണ്ടു. നിങ്ങൾ അതല്ല കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം BGM കുത്തിക്കയറ്റി കഴിഞ്ഞാൽ അതിന്റെ ഇത് മാറും നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ബിഗ് ബോസ് ഞങ്ങളെ ചതിക്കുകയായിരുന്നു. പക്ഷെ ബിഗ് ബോസിനോട് എനിക്ക് യാതൊരു പരിഭവവുമില്ല. അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് ഞങ്ങളെ ചതിച്ചു, ബിഗ് ബോസ് ഇതാണ് കാണിച്ചതെന്ന് പറയാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ ഉറക്കുക, അതായത് ബിഗ് ബോസ് ഞങ്ങളെ ചതിച്ചു, ഇങ്ങനെ ആ ഒരു സാധനത്തിനെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യിച്ച് കാണിച്ച് ജനങ്ങളെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തിയതാണെന്ന് പറയാം. അല്ലെങ്കിൽ പറയണം ബിഗ് ബോസ് വളരെ ഡീസന്റായി അടിപൊളിയായിട്ടാണ് പരിപാടി പോയതെന്ന്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സാധനം അതാണ്. രണ്ടാമത്തെ സാധനം, നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നോ സൗഹൃദമായിരുന്നോ എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇന്നും തരാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വൃത്തിയുടെ കാര്യം അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും ഇപ്പോൾ അലർജി ഉള്ള ആളുകളുണ്ടാവും, കുളിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ നഖം കൈകൊണ്ട് കടിക്കുന്ന ആളിൽപ്പെട്ട ഞാനും നഖം അങ്ങനെ കടിച്ചിട്ടൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ കാലുമത്തെ കടിക്കാറില്ല. പക്ഷെ കാല് നിങ്ങൾ കടിച്ചത് തൊലിയാണ്, വേദന കൊണ്ട് ചെയ്താന്ന് പറയുന്നു, സമ്മതിക്കുന്നു. അതും ഞങ്ങൾ സമ്മതിക്കുന്നു. ബാത്റൂമിൽ ചെരുപ്പിടാത്ത ഒരു 80% ആളുകളും ഇപ്പോഴും ബാത്റൂമിൽ ചെരുപ്പൊന്നും ഇടാറില്ല. അപ്പൊ ആ ഒരു കാര്യവും നമ്മൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ കഴിയാത്ത 2 കാര്യമാണ്. ഒന്ന്, ഗബ്രിയൊത്തുള്ള പ്രണയമായിരുന്നോ അല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നിങ്ങളെ പറ്റിച്ചു എന്നുള്ള സാധനം നിങ്ങൾക്ക് ആർജവത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാലോ അത് പലയിടങ്ങളിലും നിഷ്പക്ഷമായി അവിടെ ഇവിടെയും തട്ടി ഇടുന്നു. കാരണം പല സാധനങ്ങൾ എടുത്ത് വീക്കെൻഡിലൊക്കെ ലാലേട്ടൻ കാണിക്കുമ്പോൾ ആ ഒരു സംഭവമൊക്കെ ഞാൻ ഇങ്ങനെയല്ല എന്നുള്ള ഒരു സാധനം പറയാം. ഓക്കെ, ലൈവില് പോലും കാണിക്കാത്ത പല സംഭവത്തെ കുറിച്ചും ഇപ്പൊ പല തലകളിൽ ഇരുന്നിട്ട് ഇന്റർവ്യൂകളിലൂടെ പല ബിഗ് ബോസ് കോണ്ടസ്റ്റൻസും പറയുന്നു. രശ്മി അടക്കം പറയുന്നു, ഞങ്ങൾ അതല്ലല്ലോ അവിടെ ചെയ്തത്, പക്ഷെ അവിടെ ഇതാണല്ലോ കണ്ടതെന്ന്. 70 ക്യാമറ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെ നിങ്ങൾ പറഞ്ഞല്ലോ. ആ 70 ക്യാമറയുടെ ആംഗിൾസ് പല ആംഗിളുകളിലാണ് നിൽക്കുന്നത്. ഒരേ സാധനത്തിന് ആന മയിലാകാം, മയിൽ ഒട്ടകമാകാം, ആന മയിലൊട്ടകം എന്തുമാകാം. അതിന് സിമ്പിളാണ്. ക്യാമറകളുടെ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ക്യാമറയുടെ ആംഗിൾസോ മാറിക്കഴിഞ്ഞാൽ ഒരാളുടെ കണ്ണിൽ പൊടി കളയുന്നത് ചുണ്ടിൽ ഉമ്മ വെക്കുന്ന തരത്തിലേക്കും പോലും മാറ്റാൻ കഴിയുന്ന കാലല്ല അത് എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ. ഓക്കെ, അപ്പോ അതങ്ങനെ. അപ്പൊ ഗബ്രിയുടെ കയ്യിൽ ഉമ്മ വെച്ചു, ഗബ്രി എന്റെ കയ്യിൽ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചു. എന്റെ ഒരു സ്വഭാവം ഇതാണ്, എന്റെ വീട്ടുകാർക്ക് അറിയാം. എന്റെ വീട്ടുകാര് ഈ കൂടുതൽ ആളുകൾ ഇങ്ങനെ നുണകൾ പറഞ്ഞുണ്ടാക്കി കൊടുത്തിട്ട് അത് കണ്ട് പേടിച്ചിട്ടാണ് ഓരോന്ന് പറഞ്ഞതെന്ന് പറയുന്നത്. പക്ഷെ ഈ വീട്ടുകാർ കാണുന്ന അതേ TV കൾ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളത്, നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. അപ്പൊ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല.
കാരണം എന്റെ മകള്, എന്റെ ആൺകുട്ടികൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ അയ്യോ ഇങ്ങനെയാണ് എന്റെ മകള് പെരുമാറുന്നത് എന്നുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ടാവും. ഇതുവരെ അത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അവര്. അത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും പെൺകുട്ടി ആയിട്ടുള്ള ഒരാളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവുന്ന വേവലാതികൾ അവർക്കും വന്നു. ഈ ഗബ്രി എന്ന് പറയുന്ന ആളെ വിളിച്ച തെറികളൊന്നും ജാസ്മിൻ കേട്ടിട്ടില്ലല്ലോ. ഭയങ്കര വൃത്തികെട്ട തെറിയൊക്കെ വിളിച്ചത്. എന്നിട്ട് സായിയോട് പറഞ്ഞൊരു ശബ്ദമാണ്, അത് നമുക്കിവിടെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്ലേ ചെയ്യാത്ത. സായിനോട് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയോ? അതായത് ആ കള്ള ഡു 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 ഡി 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 എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് മാറ്റി, എന്നിട്ട് എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്ത്, അത് ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞതാ. എന്തുകൊണ്ടാണെന്നറിയോ? അത് നിങ്ങളുടെ വാപ്പ ഒരു സാധാരണക്കാരനാ. സാധാരണക്കാർ തന്നെയാണ് കൂടുതൽ ബിഗ് ബോസ് എന്ന പരിപാടി കാണുന്നത്. അപ്പൊ അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമം തന്നെയാണ് മറ്റുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കാട്ടി ഇരട്ടിക്കിരട്ടി വിഷമം വീട്ടുകാർക്ക് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗബ്രിയൊക്കെ തെറി വിളിച്ചിട്ടുണ്ട്. ഗബ്രി അത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു രക്ഷയില്ല, മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. ചെയ്ത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം ജനറേഷൻ വ്യത്യാസം ഉണ്ടേ. ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ ഈ ഒരു സംഭവത്തിനൊക്കെ ജാസ്മിനെ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരാവും കൂടുതൽ. ന്യൂ ജനറേഷൻ പണ്ടാറ നാക്കുളിക്ക്. പക്ഷെ ഈ ന്യൂ ജനറേഷൻ മാത്രമല്ല ഈ പരിപാടി കാണുന്നത്, വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിന്റെ സെൻസസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രീക്വൻസി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് ഈ ഒരു സംഭവം കാണുന്നത്. കാരണം സീരിയൽ ടൈം കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് ബിഗ് ബോസ് വരുന്നത്. സ്വാഭാവികമായിട്ട് വീട്ടമ്മമാര് കാണുന്നത്. വീട്ടമ്മമാര് പൂർണ്ണമായിട്ടും പുതിയ ചിന്താഗതിയുള്ള ആളുകളൊന്നുമല്ല. അവര് ഈ തെറ്റ് ഇതാണ്, ശരി ഇതാണ് എന്ന് ശരിക്കും മനസ്സിലാവുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെ അവരും കൂടി വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് ജയിച്ചു വിടുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ള ജാസ്മിന്റെ ആക്ടിങ് അത് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ടും പല ചർച്ചകളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവ് തന്നെയാണ് ജാസ്മിനെ ആ ടൈമിൽ പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്തിരുന്ന നിങ്ങളുടെ ആർമി എന്ന് പറഞ്ഞ് കുറെ ടീമുകൾ ഉണ്ടാവും. ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ PR വർക്ക്സ് ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ആർമി ചാനലുകളുണ്ടോ, പേജുകള്, യൂട്യൂബ് ചാനലുകള്, ഇതൊക്കെ എന്താ ചെയ്യുന്ന അറിയാം ലാസ്റ്റ്? അതായത് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ആവും. പക്ഷെ ബിഗ് ബോസ് കഴിയും. ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ ചാനലിന്റെ പേരൊക്കെ മാറും. മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടാവും, പേജ് മാറും. അതിൽ കിടന്ന് ഉണക്കുന്ന ആളുകളാണ് സത്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചതിക്കുന്നത് എന്നുള്ളതാ. നിങ്ങൾക്ക് വേണ്ടിയും PR ചെയ്യും, നിങ്ങൾക്ക് എതിരെയും PR ചെയ്യും. ഈ രണ്ട് ടീമും നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തവരാവാം. അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ രീതിയിൽ ആ ഒരു ചാനലിന്റെയും പേജിന്റെയും പേരൊക്കെ മാറ്റിയിട്ട് അവരേതായ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാക്കി മാറ്റും. എനിക്ക് അനുഭവമുണ്ട്. അഖിൽമാരാറിന്റെ ഒരു ഫാൻ ഗ്രൂപ്പിൽ ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും വീഡിയോസ് കിട്ടണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അതിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എന്റെ പേജ്, ഒരു പേജിന്റെ പേര്, ഏതൊരു ഫോളോ ചെയ്തൊരു പേജിന്റെ പേര് മാറിക്കിടക്കുന്നു. എന്തൊരു മല്ലു എന്തൊരു സംഭവം. അപ്പൊ ഞാൻ ഇതുവരെ ഫോളോ ചെയ്യാത്തൊരു പേജാണുള്ളത്. ഒന്ന് കയറി നോക്കുമ്പോൾ അതിൽ അഖിൽമാരാറുടെ വീഡിയോസ്, പക്ഷെ പേര് മാറി, പെട്ടെന്ന് പേര് മാറി. ഇനി പതുക്കെ കണ്ടന്റ് പുതിയത് വരും. അപ്പൊ നോക്കുമ്പോൾ പുതിയ കണ്ടന്റുകൾ വരാൻ തുടങ്ങി. ഓരോ സോഷ്യൽ ഇഷ്യൂസ് ആണ് ഇടുന്നത്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, സോഷ്യൽ ഇഷ്യൂ അത് ഇതൊക്കെ ആയിട്ട് ഇടുന്നത്. പക്ഷെ പേജ് മാറി, പേജിന്റെ പേര് മാറി, ഭാവം മാറി, അതിൽ ഗുണം അവർക്ക് കിട്ടാനും തുടങ്ങി. അതാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം കൂടിയാണ് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിന്റെ 2ാം ഭാഗം വരട്ടെ. 2ാം ഭാഗത്തിലേക്ക് എത്താൻ ഒരു ലീഡിനായിട്ട് ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണം ഇനി നടക്കുമോ അന്ന് ഉറപ്പിച്ച ആളുടെ. പക്ഷെ അതിന് ജാസ്മിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കല്യാണം ഉറപ്പിച്ച് പോയിട്ട് വേറൊരു പയ്യനും ഒത്തിട്ട് ഇങ്ങനെയൊക്കെ നടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കല്യാണം മുടങ്ങില്ലേന്ന്. അപ്പൊ അറിയാം, അതറിയാം അങ്ങ് ചെയ്യണ തെറ്റാണ് എന്നറിയാം. പുതിയ ജനറേഷൻ ആണെന്ന് വിചാരിച്ച് എല്ലാവർക്കും സ്വന്തം കാമുകി വേറൊരാള് കെട്ടിപ്പിടിക്കുന്നതിനോടൊക്കെ ശരിക്ക് ചെറിയ രീതിയിലുള്ള ഒരു സങ്കടം, ഒരു ദേഷ്യം, ഒരു വിഷമമൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. എന്തോ ആവട്ടെ. അപ്പൊ നമുക്ക് 2ാമത്തെ കട്ടിങ് വരട്ടെ. 2ാമത്തെ കട്ടിങ് വരുമ്പോ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പക്ഷെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗിലെ കാണുക. ടാറ്റ.